രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഭൂമി വിട്ടു നൽകാൻ നീക്കവുമായി പിണറായി സർക്കാർ. മുൻ മന്ത്രി കെ.എം. മാണിയുടെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിനാണ് ഭൂമി നൽകുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കവടിയാറിൽ 25 സെന്റ് ഭൂമി നൽകാനാണ് തീരുമാനം. 30 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിനാണ് നൽകുക. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായ കെ.എം. മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ കവടിയാറിൽ 25 സെന്റിലാണ് സ്മാരകം ഉയരുക. എം. മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിലാണ് കെ.എം. മാണിക്ക് തലസ്ഥാനത്ത് സ്മാരകം ഉയരുക. 2020-21 ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് കെ.എം. മാണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 5 കോടി രൂപ അതിനായി വകമാറ്റുകയും ചെയ്തു. പ്രഖ്യാപനം നടന്ന 6 വർഷം പിന്നിടുമ്പോഴും ചുവപ്പ് നടയിൽ കുരുങ്ങി പദ്ധതി വൈകിയതിൽ വ്യാപക വിമർശനവും ഉയരുന്നു. മുന്നണിയിലെ 3ാമത്തെ വലിയ കക്ഷിയായിരുന്നിട്ടും പാർട്ടി നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ ഉചിതമായ പദ്ധതി നടപ്പാക്കാത്തതിൽ അണികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ചെയർമാൻ ജോസ് കെ മാണിക്ക് നേരെ വിമർശനമുയരുകയും ചെയ്തു. കേരള കോൺഗ്രസ് മുന്നണി വിടണം എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ നിർമ്മാണാനുമതി നൽകിയത്. ജോസ് കെ മാണിയെ UDF പളയത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളും ശക്തമാണ്. ഇതിനിടെയാണ് സ്മാരകത്തിന് അനുമതി നൽകിയത്. മാണിക്ക് മാത്രമല്ല, CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകത്തിനും ഭൂമി അനുവദിച്ചിട്ടുണ്ട്. തലശ്ശേരി വാടിക്കകത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി 1.5 ഏക്കർ ഭൂമിയാണ് പാട്ടത്തിന് നൽകുക. ജനം, തിരുവനന്തപുരം.